പച്ച വിരിപ്പിട്ട കൊച്ചു വരമ്പത്ത് എന്ന രീതിയിലുള്ള എന്തെങ്കിലും എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ എന്താണ് RSSകാരുടെ ഗണഗീതത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് ടീച്ചർ കോട്ട് ചെയ്തത്. നമ്മളിവിടെ തിരിച്ചു പറയാൻ പാകത്തിലുള്ള പ്രാധാന്യമൊന്നും അതിനില്ല. അതിന് കാവ്യ ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. നിറമോ മണമോ ഗുണമോ ഇല്ലാത്ത 4 വരി ടീച്ചർ ഈ ഫോട്ടോയോടൊപ്പം പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചപ്പോൾ ആൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. ടീച്ചറുടെ സ്വന്തം കൃതിയായിരിക്കും എന്ന് ജനങ്ങൾ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് മരിച്ചുപോയ RSS സൈദ്ധാന്തികൻ പരമേശ്വർജി എഴുതിയ ഗണഗീതത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് എന്നുള്ളത്. ഇത് RSSകാർ അപ്പം തന്നെ കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കി വലിയ വിഷയമാക്കി പരമേശ്വർജിയുടെ കവിതയും ദീപൻ ടീച്ചർ മോഷ്ടിച്ചു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. സത്യത്തിൽ അങ്ങനെയല്ല. അത് കൊട്ടേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നെയാണ് ടീച്ചർ ഈ വരികൾ എടുത്തെഴുതിയിട്ടുള്ളത്. പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ എന്ന മട്ടിലാണ് അത് കോട്ട് ചെയ്തു. അതിൻ്റെ അടിയിൽ ടീച്ചറുടെ നിരവധി 10-22 ഫോട്ടോയും ഇട്ടു. നയനാനന്ദകരമായിട്ടുള്ള ഫോട്ടോകളാണ്. നമ്മൾ ആരും അതിനെക്കുറിച്ച് ദോഷമൊന്നും പറയില്ല. നല്ല ലൊക്കേഷനുമാണ്, ടീച്ചറാണെങ്കിൽ നല്ല മേക്കപ്പിലുമാണ്. പക്ഷേ ഈ വരികൾ, പരമേശ്വർജിയുടെ വരികൾ കണ്ടപ്പോൾ ഈ സന്ദീപ് വാര്യരെ പോലെ അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ചിന്തകന്മാർ ചാടി എഴുന്നിട്ട് ഇതാ മോട്ടിച്ച് ഞങ്ങളുടെ പരമേശ്വർജിയുടെ കവിതയെ മോട്ടിച്ചു എന്ന രീതിയിൽ വാർത്ത കൊടുത്തു. മറുനാടൻ മലയാളി പോലെയുള്ള മാധ്യമങ്ങളത് ഏറ്റുപിടിച്ചു. ഈ ടീച്ചർ പണ്ടും കള്ളിയാണ്, ഇപ്പോഴും കള്ളിയാണ്, ഇനിയും കള്ളിയായിരിക്കും, വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ളിയെന്ന് വിളിച്ചില്ലേ എന്ന രീതിയിൽ കൊടുത്തു. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുദ്ദശീല എന്ന് പറഞ്ഞ രീതിയിലാണ് ടീച്ചർ. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി നമ്മൾ കാണുന്ന ടീച്ചറുടെ കാര്യത്തിലാണ്. പോരാത്തതിന് കൂടെയുള്ളത് സുനിൽ മാഷാണ്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ തെറ്റുപറ്റി, രാമായണത്തിൽ ശ്രീരാമൻ ഇന്ത്യൻ്റെ ഭാഗത്ത് വലിയ തെറ്റുകൾ ചെയ്തു എന്നൊക്കെ പറയുന്ന ധർമാധർമ്മ വിചിന്തന വിശാരദനാണ് സുനിൽ മാഷ്. കാലടി സർവകലാശാലയിൽ പിൻവാതിൽ കൂടി നിയമനം നടത്തിയാൽ മാത്രം പുള്ളിക്ക് ഇന്ന് വരെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ പുള്ളിക്ക് അവിടെ ജോലി കിട്ടിയത്. അല്ലെങ്കിൽ ദേശാഭിമാനിൽ സബ് എഡിറ്ററായിട്ട് കയറി അദ്ദേഹം ഒരു പക്ഷേ കൂടിയാൽ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെ AP വർക്കിയുടെ കത്തിൻ്റെ മാത്രം ബലത്തിൽ സർവകലാശാല അധ്യാപകനായ ഇദ്ദേഹം അന്ന് മുതൽക്ക് ഇന്ന് വരെ ധർമാധർമ്മങ്ങളെക്കുറിച്ച് മാത്രമേ ഇങ്ങനെ ഇടതിരിച്ച് വിശദീകരിച്ച് വിശകലനം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മഹാത്മജിയോടൊരു കുട്ടി ചോദിച്ചു, എന്താണ് ജനാധിപത്യം? സത്യത്തിൽ ഈ കുട്ടി ഒരു ചോദ്യവും മഹാത്മാഗാന്ധിയോട് ചോദിച്ചിട്ടുമില്ല, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുമില്ല. മഹാത്മാഗാന്ധി പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുമില്ല. അത് സുനിൽ മാഷ് സ്വപ്നത്തിൽ കണ്ട കാര്യമാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വപ്നവും യാഥാർത്ഥ്യവും ഒക്കെ ഇടകലർത്തി പറഞ്ഞ ആളുകളെ മക്കാരാക്കുന്ന ഒരു പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കലാപരിപാടിയുടെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ ബ്രിട്ടനിൽ പടയോട്ടം നടത്തുന്നത്. അതാണ് ന്യൂകാസിലും നോട്ടിംഗ്ഹാമിലും മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ബെൽഫാസ്റ്റിലും ഒക്കെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കുടപിടിക്കാനാണ് നമ്മുടെ ദീപൻ ടീച്ചറെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആയി കഴിയുമ്പോൾ ഡക്കൻ തബല പോലെ ഇരിക്കും. ഏതാണ് ഡക്ക ഏതാണ് തബല എന്ന് മാത്രമേ ഇനി നിർണ്ണയിക്കാനുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പലവിധ ഉടായ്പകളിൽ ഒരു ഉടായ്പായിട്ടാണ് ഇപ്പോൾ ഈ 4 വരി കവിത. അത് പരമേശ്വർജിയുടെ ആണോ, ഇനി ചെങ്കമ്പുഴയുടെ ആണോ, നമ്മുടെ ചിന്താചറവും പറഞ്ഞ പോലെ വൈലോപ്പള്ളിയുടെ വാഴക്കൊലയാണോ, നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികളുമായിട്ട് ഇവർ ഏതായാലും ഈ കേരളത്തിൽ നിന്ന് വിട്ട് ബ്രിട്ടനിലെത്തിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് വരുമ്പോൾ എന്തായിരിക്കും അടുത്ത നമ്പർ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ കലാപരിപാടി ഇനിയും കുറേ നാൾ കൂടി നടക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മന്ദബുദ്ധികളായ ആൾക്കാർ ധാരാളം ഉള്ളതുകൊണ്ട്, ഇവരെ ചുമന്നുകൊണ്ട് നടക്കാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പ്രസ്ഥാനം കുറച്ചാളും കൂടിയൊക്കെ മുമ്പോട്ട് പോകും എന്നാണ് എൻ്റെ പ്രതീക്ഷ.